കുട്ടികളെ, അവസാന നിമിഷമാണ്. ഈ ചോദ്യങ്ങൾ നിർബന്ധമായി നോക്കുക. അതേപോലെ തന്നെ ഹിവാർ, സംഭാഷണം ഏത് ചോദിച്ചാലും ഇതിൽ പറയുന്ന ഹിവാർ എഴുതാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായി പഠിക്കുക, എല്ലാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ, A+ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൂടെയുണ്ട് എപ്പോഴും. തുടങ്ങാം. മാച്ച് ദ ഫോളോവിങ് ആണ്. ഇമാം ബുഖാരിയുടെ ഗ്രന്ഥം അൽ ജാമി സഹീഹ്, ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥം അസ്സഹീഹ്. ഹനി അലക്കും ആരുടേതാണ്? ഹാഫിൽ ഇബ്രാഹിം. അൽ ഖുർആൻ്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ, മുസ്ഹഫ്, തൻസീൽ. മുഅല്ലഫത്തു ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിമിൻ്റെ രചനയാണ് ബോസാ. ഇനി ഹാഫിൽ ഇബ്രാഹിം ഒരു മിസ്രി കവിയാണ്. അദൽ സൂറത്തിൽ ഖുർആൻ, ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണം 114ആണ്. ഇസ്മു ആഖിറുൽ ഖുർആൻ കരീം, ഖുർആൻ കരീമിൻ്റെ മറ്റൊരു പേരാണെന്ന് പറയുന്നത് ദിക്ർ എന്നാണ്. ബി ഐ ഇസ്മിൽ ലുഖബ ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്ന പേരിലാണ്. മൻ ജമൽ ഖുർആൻ കരീം, ഖുർആൻ കരീം ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഹുവ അവ്വൽ ഖുലഫാ റാഷിദീൻ, ഇദ്ദേഹമാണ് ആദ്യത്തെ ഖലീഫ എന്ന് പറയുന്നത്. ഈ സംഭാഷണമാണ് നാം പഠിച്ചു വെക്കേണ്ടത്. ഏത് സംഭാഷണം ചോദിച്ചാലും ഹിവാർ ചോദിച്ചാലും ഇതാണ് എഴുതിക്കോ. ഇൽത്തഖ ജാബിർ സദീഖുഹു മുനീർ, ജാബിർ സൊക്കു എൻ്റെ കൂട്ടുകാരൻ മുനീറിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ഫി മഹത്തത്തിൽ ഖിത്താർ, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ചിലപ്പോൾ മത്താറിൽ വെച്ച് കണ്ട സംഭാഷണമായിരിക്കാം. മത്താർ എന്ന് പറഞ്ഞാൽ എവിടെ? എയർപോർട്ട്. എവിടെ വെച്ച് ഏത് സംഭാഷണം ചോദിച്ചാലും ഇത് എഴുതാൻ പറ്റും കേട്ടോ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എഴുതില്ലേ? എഴുതി. കൈഫ ഹാലുക യാ സദീഖി, കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ മതി. എഴുതില്ലേ? കിട്ടി. സൈൻ അൽഹംദുലില്ലാ. തിരിച്ചു ചോദിക്കാം. കൈഫൽ ഹാൽ? ബിഖൈർ, നല്ലത്. ഇലാ ഐന തദ്ഹബു, നീ എവിടേക്കാണ് പോകുന്നത്? ഏത് സംഭാഷണങ്ങളും ഇത് ചോദിക്കാം. ഇലാ ഐന തദ്ഹബു, എവിടേക്കാണ് നീ പോകുന്നത്? അദ്ഹബു ഇലാ ഡൽഹി, ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു. സ്ഥലം വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. പിന്നെ ലിമയാ സദീഖി എന്ന് ചോദിക്കണം. എന്തിനു വേണ്ടി കൂട്ടുകാരാ? ഈ ലിമയ സദീഖി അതില്ലെങ്കിൽ പോലും പ്രശ്നമില്ല, അത് വേണമെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ലിമയ സദീഖി എന്തിനു വേണ്ടിയാണ്? ഇൽതഹഖ്തു ഫി ജാമിയ ഡൽഹി, ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ഈ ഇപ്പോൾ പറഞ്ഞ രണ്ടെണ്ണം കൊടുക്കണമെന്നില്ല. മാഷാ അല്ലാ, അൽഫ മബ്റൂക്ക്, കൺഗ്രാജുലേഷൻ. അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്, ഇലാ അതിനകത്താ, നീ എവിടേക്കാണ് പോകുന്നത്? അതാരോടും ചോദിക്കാമല്ലോ, ഏത് സംഭാഷണത്തും ചോദിക്കാമല്ലോ. നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ അങ്ങോട്ട്. നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഇങ്ങോട്ട്. അദഹബു ഇലാ തിരുവനന്തപുരം, ഞാൻ തിരുവനന്തപുരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ലിമയ സദീഖി എന്തിനു വേണ്ടിയാണ്? ഹുനാക സദീഖി ഫിൽ മുസ്തഷ്ഫ, എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരൻ അവിടെ ഹോസ്പിറ്റലിലാണ്. അതും എഴുതാൻ പറ്റും. ഷിഫാഹുല്ലാ അല്ലെങ്കിൽ ഷിഫാഖല്ലാ, ഷിഫാഹുല്ലാ, അള്ളാഹു ഷിഫ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഹാ ഹുവ ദൽ ഖിത്തർ, അത് എഴുതണ്ട. ഹാ ഹുവ ദൽ ഖിത്തർ, അതാ ട്രെയിൻ വന്നു, അത് എഴുതേണ്ട ആവശ്യമില്ല, അത് എഴുതരുത്. ഇനി സനൽതഖി ബഅദ ഇൻഷാല്ലാ, പിന്നീട് കാണാം, അല്ലെങ്കിൽ മഅസ്സലാമ, ഗുഡ് ബൈ, ഇലാ ലിഖാ, സീ യു, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. ലാസ്റ്റും എന്ത് കൊടുക്കുക? അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എന്ന് കൊടുക്കുക. അതോടുകൂടി ഹിവാറായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് കാണാതെ പഠിച്ചേട്ടാ. പലരും ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. ഔഹനൽ ബുയൂത്തുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉമ്മു സാലിം, സാലിമിൻ്റെ ഉമ്മ. അബൂബക്കർ റളിയല്ലാഹു വാലിദ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി, ആയിഷ ബീവിയുടെ പിതാവാണ്. ഖുർആൻ്റെ മറ്റൊരു പേര് ഫുർഖാൻ. മഅസ്സലാം എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ. ഹനാൻ ലഹാം കാത്തിബത്തുൻ, സൂര്യ, സിറിന് എഴുത്തുകാരിയാണ്. യോറഫ ഹാഫിൽ ഇബ്രാഹിം ഷാഇർ നീൽ, നൈൽ നദിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ ഹാഫിൽ ഇബ്രാഹിം. യദ്രസു ബാബു ഫിൽ മദ്രസ സാനവിയ, അല്ലേ? ബാബു ഹയർ സെക്കൻഡറി മദ്രസയിൽ പഠിക്കുന്നു. യദ്രസു നോക്കണം, ആണാണെങ്കിൽ യദ്രസു, സ്ത്രീ ആണെങ്കിൽ ഫാത്തിമയാണെങ്കിൽ തദ്റുസു, അല്ലേ? ആണാണെങ്കിൽ ഹുവ, സ്ത്രീ ആണെങ്കിൽ ഹിയ. ശ്രദ്ധിക്കണേ. ഈ ചോദ്യം കൂടി ഒന്ന് വെറുതെ നോക്കിക്കോ. പിന്നെ ആയത്ത് തന്നിട്ടുണ്ട്, അഫ്രൈത്തുൻ മാ അല്ലദീ തശ്റബൂൻ, അതിൻ്റെ അർത്ഥമുള്ള ആശയമുള്ള പദങ്ങൾ, ഒരു വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അതുമായി ബന്ധപ്പെട്ട മനഹല്ലാഹുൽ മഅസാഫി സോലിൽ ഷർബുസിറ. ഇനി അടുത്തൊരു മൻകാനത്തുലഹു, ഒരു ഹദീസാണ്. മൻകാനത്തുലഹു അർദുൻ, ആർക്കെങ്കിലും ഒരു ഭൂമി ഉണ്ടെങ്കിൽ ഫൽ യസ്റഹ, അവൻ കൃഷി ചെയ്യട്ടെ. ഫല്ലം യസ്റഹ, ഇനി അവന് പിന്നെ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഫൽ യുസ്രിഹ ഹാഹു, അവൻ്റെ സഹോദരന് കൃഷി ചെയ്യാൻ കൊടുക്കട്ടെ. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ആശയമുള്ള പദം അവിടെ ഉണ്ടാകും, അതാണ് എടുത്തത്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തർക്കിൽ അർളി ഖാലിയ മിൻ ഇസ്തിഖ്ദാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിയായിട്ടുള്ള ഭൂമി ഒഴിഞ്ഞു കിടക്കലിനെ തൊട്ട് നിരോധിച്ചു. നോക്കാം. അതേപോലെ എന്താ? തഹയ്യനോ ഫുർസൽ ഹയാതി സമീനത്തുൻ വതഅജ്ജലൂഹ ബിൽ വസാഇമി വറുഖ, അല്ലേ? അതുമായി ബന്ധപ്പെട്ടത്. വസൽ കലാമ വസദ്ദിദൂഹു ഫഇന്നഹു ഖബഉൻ ലക്കും ഫീ കുല്ലി ഹർഫിൻ മുസ്ലഖ,
നിങ്ങൾ സംസാരത്തെ നന്നാക്കുക എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്നോ ഹാഫിദ് അൽ കലാമി സംസാരത്തെ ശ്രദ്ധിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എന്നുള്ള കാര്യം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രശ്നമല്ല കേട്ടോ. ഓക്കെ, ഇത് നോക്കിക്കോ. മുംതാസ് എക്സലൻറ്റ്, അഫ്വൻ എന്നതിൻ്റെ അർത്ഥം എക്സ്ക്യൂസ് അല്ലെങ്കിൽ നോ മെൻഷൻ, മുബാറക് അല്ലെങ്കിൽ മബ്രൂക്ക് കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങൾ, കൈഫൽ ഹാൽ ഹൗ ആർ യു, എല്ലാവർക്കും അറിയില്ലേ, മർഹബൻ വെൽക്കം, മുംതാസ് എക്സലൻറ്റ്, അഫ്വൻ നോ മെൻഷൻ എക്സ്ക്യൂസ്, മുബാറക്ക് അല്ലെങ്കിൽ മബ്രൂക്ക് കൺഗ്രാജുലേഷൻ, കൈഫൽ ഹാൽ ഹൗ ആർ യു. ഇത് നിർബന്ധമാണ്, ഇത് പഠിച്ചോ കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും നന്നായി എക്സാം എഴുതുക, വൃത്തിയിൽ എഴുതുക കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാന നിമിഷം ഇങ്ങനെ ബേജാറാവേണ്ട യാതൊരു ആവശ്യമില്ല, ടെൻഷനാവേണ്ട യാതൊരു ആവശ്യമില്ല. പരീക്ഷ എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. യാതൊരു വിഷയമില്ല, നന്നായി എഴുതുക. ഓക്കെ, താങ്ക് യു.